രാഷ്ട്രീയ എതിരാളികളുടെ മുമ്പിൽ കൊണ്ടുപോയി തടിയറ വയ്ക്കുകയും എന്നിട്ടൊരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി ഒരു രക്തസാക്ഷിത്വത്തെ ഉപയോഗിച്ച് ശത്രുപാളയത്തിൽ ചെന്ന് ചേരുകയും ചെയ്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വലിയ ആദർശ പരിവേഷമാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ധനരാജനെ കൊന്ന RSS, BJP ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഈ പയ്യന്നൂരിൽ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് അവകാശപ്പെട്ടവർക്ക് വിട്ടുമറിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ അവരുടെ തനിനിറം എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ആരെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ധനരാജന്റെ കഴുത്തിൽ കത്തിയിറക്കിയ അതേ RSS യഥാർത്ഥ ഇടതുപക്ഷം ഞാനാണ് എന്ന് അവകാശപ്പെടുന്നവർക്ക് വോട്ട് മറിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുത്തക മാധ്യമങ്ങളുടെയും വർഗശത്രുക്കളുടെയും പിന്തുണയിൽ ഈ പ്രചരണ കൊഴുപ്പിൽ ഇപ്പോ ചിലർക്ക് സന്ദേഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ചിലർക്ക് അതല്ലേ ശരിയെന്ന തോന്നലുണ്ടായിട്ടുണ്ടാവും. അധികം വൈകാതെ ഒറ്റുകാർ തുറന്നു കാണിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അധികം വൈകാതെ ആരാണ് ഒറ്റുകാരൻ എന്ന് മനസ്സിലാവാത്ത ശുദ്ധഗതിക്കാരും നിഷ്കളങ്കരുമായിട്ടുള്ള ആളുകൾക്ക് അത് തിരിച്ചറിയാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഒരു പദവി നേടിയെടുക്കാൻ, ഒരു പാർലമെന്ററി പദവി നേടിയെടുക്കാൻ, അധികാര സ്ഥാനത്തെത്താൻ രക്തസാക്ഷിത്വത്തെ ആയുധമാക്കി എതിരാളികൾക്ക് ഉപയോഗിക്കാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള ആളുകൾ തുറന്നു കാണിക്കപ്പെടുക തന്നെ ചെയ്യും. അതിവിടെ മാത്രമല്ല, കേരളത്തിന്റെ തെക്കേയറ്റത്ത് ഒരാളുണ്ട്. സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയത് KSUവിന്റെ ഗുണ്ടകളാണ്. സഖാവ് ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷി ദിനത്തിന് എത്രയോ തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണ് സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയ ഗുണ്ടകളെ കുറിച്ച്. സഹോദരൻ അത് ആരോ ചെയ്തതാണ്. എന്നിട്ടോ കൊലയാളികളുടെ പിന്തുണയിൽ അധികാര സ്ഥാനം നേടിയെടുക്കുക. മനുഷ്യന്റെ സ്ഥാനം ഏറ്റവും പ്രധാനമാണ് എന്ന് വന്നാൽ എന്തും ചെയ്യും. അത് തെറ്റാണെങ്കിലും അത് ഗുണക്കാണെങ്കിലും ഒക്കെ. അതാണ് നമ്മൾ കാണുന്നത്. ഈ പ്രചണ്ഡമായ നുണപ്രചരണം ഉണ്ടായിരുന്നു. ആ നുണപ്രചരണത്തിന്റെ നുണകളുടെ പ്രളയത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഉപജാപത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ആ ഉപജാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പയ്യന്നൂർ. അത് പയ്യന്നൂരുകാർ തിരിച്ചറിയുമെന്നും ധനരാജന്റെ രക്തസാക്ഷിത്വത്തെ പയ്യന്നൂർ ഉയർത്തിപ്പിടിക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ പതാക പയ്യന്നൂരിൽ വീണ്ടും അജയ്യമായിട്ട് ഉയരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇടതുപക്ഷത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നോ പറ്റില്ല എന്നുള്ളതല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇത്ര നേരം പ്രസംഗിച്ചതിന്റെ അർത്ഥം ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്യാത്തവർ, ഒരു തെറ്റും പറ്റാത്ത അമാനുഷർ എന്നല്ല. പ്രവർത്തിക്കുമ്പോൾ തെറ്റ് പറ്റും. ലെനിൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കൂട്ടർക്കേ തെറ്റ് പറ്റാത്തതുള്ളൂ. ഒന്ന് മരിച്ച മൃതദേഹത്തിന്, പിന്നെ ഗർഭപാത്രത്തിലിരിക്കുന്ന ശിശുവിന്. കാരണം ജനിച്ചാലല്ലേ പ്രവർത്തിക്കും, അപ്പോഴല്ലേ തെറ്റ് പറ്റും. മൃതശരീരത്തിന് തെറ്റ് പറ്റില്ല. പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ ഒന്നും ചെയ്യാത്തവർക്ക് തെറ്റുപറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രവർത്തിക്കുമ്പോൾ തെറ്റുപറ്റും. മനുഷ്യരായിട്ടുള്ളവർക്കെല്ലാം തെറ്റുപറ്റും. കമ്മ്യൂണിസ്റ്റുകാരുടെ ഗ്യാരണ്ടി എന്താണെന്നറിയാം? ഒരു തെറ്റും ഒരിക്കലും പറ്റില്ല എന്നതല്ല, തെറ്റ് പറ്റിയാൽ സത്യസന്ധമായി ആർജവത്തോടെ അത് തിരുത്തും എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നൽകാനുള്ള ഉറപ്പ്. അതാണ് ഗ്യാരണ്ടി. ഒരു ദുരഭിമാനവുമില്ലാതെ ആർജവത്തോടുകൂടി സത്യസന്ധമായി ഞങ്ങൾക്ക് ഇന്ന തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയും അത് തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഖാവ് ധനരാജന്റെ ഉജ്ജ്വലമായ ഈ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു പുതിയ പ്രതിജ്ഞ കൂടി എടുക്കാനുണ്ട്. ആ പ്രതിജ്ഞ ധനരാജ് ഉയർത്തിപ്പിടിച്ച പതാക, ധനരാജിനെ പോലെ അനേകം രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്ന ഈ പതാക പയ്യന്നൂരിന്റെ മണ്ണിൽ വീണ്ടും ആകാശത്തോളം ഉയർത്തിക്കെട്ടുന്നതുവരെ
പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്രമമില്ല എന്ന പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണിത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.